അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ച മാങ്ങയില്ലേ, ആ മാങ്ങ അതായത് നമ്മൾ ഇപ്പം മാങ്ങയുടെ സീസണൊന്നും അല്ലെങ്കിലും മാങ്ങ ഇപ്പം മാർക്കറ്റിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ പച്ച മാങ്ങ വെച്ചിട്ട് നമ്മളൊരു അതും പിന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, ഈ കപ്പലണ്ടി കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി സംഭവം. അപ്പോൾ നമ്മൾ ഈ പച്ച മാങ്ങ നമ്മളിത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ മറ്റേ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറുതായിട്ട് എന്താ പറയുക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിക്കകത്താണ് നമ്മുടെ പരിപാടി. അപ്പോൾ ആദ്യം നമ്മുടെ ചീനച്ചട്ടി ഇപ്പം ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എണ്ണ കഴിച്ചു, ഒരുപാടൊന്നും വേണ്ട, ഒരു അല്പം. എന്നിട്ട് നമുക്ക് സ്വല്പം കടുക് മുതലായവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് കടുക് ഇട്ടേക്കാം. അപ്പോഴേ നമ്മൾ ഈ അച്ചാറിന് എടുക്കുന്ന അത്ര എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, 1 ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കടുക് പൊട്ടി വരുന്നുണ്ട്. നമ്മുടെ ചട്ടി നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇട്ടേക്കാം. അതെ, ഇനി നമുക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കാവേ. നല്ല ജീരകം, പെരുംജീരകമല്ല, സാധാരണ ജീരകം. കടുകും ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് റെഡിയായി. നമ്മൾ എടുക്കുമ്പോഴേ കപ്പലിനെ ഒന്ന് വറുത്ത് വെച്ചാലേ വളരെ വേഗം തന്നെ നമ്മുടെ പരിപാടികളൊക്കെ നടക്കുവേ. പച്ചക്കപ്പലിന്റെ എടുത്തിട്ടാണ് നമ്മൾ വറുത്തൊക്കെ എടുത്തത്. അപ്പൊ ഇനി ഇതിനകത്തോട്ട് നമുക്ക് മൂപ്പിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഇഞ്ചിയാണ്. അപ്പൊ ഇഞ്ചി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണേലും അടിപൊളിയായി. അപ്പൊ ചേച്ചി ഭയങ്കര ബഹളം. ഈ ദീപാവലി ആകാറായപ്പോഴേക്കുണ്ടല്ലോ എല്ലാവരും നമ്മുടെ നാട്ടിലെ ഓണത്തിന് വീടൊക്കെ ക്ലീൻ ചെയ്തില്ലേ, ക്ലീനിങ് അതുകൊണ്ട് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഭയങ്കര ബഹളമാണ്. നമുക്ക് നമ്മുടെ ഇഞ്ചി ഇത് അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. അപ്പൊ മാങ്ങ നമ്മളൊരു ഈ മെത്തപ്പൂളെന്നൊക്കെ പറയത്തില്ല, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇത്ര ഒരു പൂളിങ്ങനെ എടുക്കത്തില്ലേ, അതിന്റെ പകുതിയുടെ ആവശ്യമുണ്ട്. ഒരുപാട് പുളിയുള്ള മാങ്ങ നല്ലത് ഒരു മീഡിയം പുളിയുണ്ട്. അപ്പൊ അതും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വഴറ്റുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകും തീ ഒന്ന് കുറച്ച് എടുത്തേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ കരിയും. ഇപ്പൊ നമുക്ക് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് കറിവേപ്പില കൊടുക്കും. ഈ മാങ്ങയും ഇഞ്ചി പേസ്റ്റ് ആണെങ്കിൽ പിന്നെ അരിയാനും താമസം വരത്തില്ല, അത്രയും മാത്രമേ ഇതിനകത്ത് താമസം വരത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് പൊടി ഐറ്റംസ് നമുക്ക് ചേർത്ത് ഇതിനകത്ത് അധികം പൊടിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതിയേ. മഞ്ഞപ്പൊടി ഇട്ടിട്ട് പൊടിയുടെ പച്ചമണം മാറാനായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യം തന്നെ വലിയ പാത്രം എടുക്കണം കേട്ടോ. ചീനച്ചട്ടി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പാൻ ഐറ്റംസ് ഇച്ചിരി വലിപ്പം വേണം. ഇപ്പം നമ്മുടെ മാങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വെന്തങ്ങ് പോകേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേനും നമ്മുടെ വറുത്ത് വെച്ച കപ്പലിനെ നമുക്ക് ചേർത്ത് നല്ല കളറൊക്കെ ഇതിനകത്ത് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് വേണമല്ലോ ഇതിന്, അപ്പം അത് നമുക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ ഒക്കെ പുളിയുടെ അനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ അത് ക്വാണ്ടിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഓരോ ആൾക്കാർ ഉപയോഗിക്കുന്ന ഉപ്പിൻ അതിൻ്റെയൊക്കെ ഒരു നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചേർക്കാം ഉപ്പ്. ഒരുപാട് ഉപ്പ് വേണ്ട, ഒരു മീഡിയം ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് അവസാനമായിട്ട് ചേർക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറുണ്ട്, അതാണ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ചോറിൻ്റെ അകത്ത് സ്വല്പം ഉപ്പിട്ടായിരിക്കുമല്ലോ സാറിന് ഇങ്ങനെ വേകുന്നത്, അപ്പം അതിന് അനുസരിച്ചിട്ട് വേണം ഈ ഇതിൻ്റെ അകത്ത് ഉപ്പ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന വെള്ള അരി ഉണ്ടല്ലോ, ഈ പുഞ്ച അരിയേക്കാളും നല്ലത് എപ്പോഴും നമ്മുടെ വെളുത്ത അരി ആയിരിക്കും. അത് എന്നിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കളർ മാറി മാറി വരുന്നുണ്ട് കൂടെ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു വെച്ച് വലിയ പാത്രം വേണമെന്ന്, അത് ഇതുകൊണ്ടാണ് നമ്മൾ വലിയ പാത്രം വേണമെന്ന് പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി നമ്മുടെ സംഭവം സെറ്റപ്പായി. നമുക്ക് എത്ര ചോറ് വേണ്ടിയെന്ന് വെച്ചാൽ അതെ, നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടി എത്ര. അപ്പം ഈ ഒരു റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നിറക്കി നമുക്ക് ഈ ടിഫിൻ കൊണ്ടുപോകുന്നവർക്കുണ്ടല്ലോ, പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും വേണമെന്നില്ല, ഒരു ഇച്ചിരി എന്താ പറയുക അച്ചാറോ എന്തെങ്കിലും അച്ചാറിന്റെ ഒരു എഫക്റ്റ് ഉണ്ട് അത് വരുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് സംഭവം. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം, വൈകുന്നേരം കഴിക്കാം,
രാവിലെ കഴിക്കും. ട്രാവൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ. പൊതിച്ചോറ് പോലെ കൊണ്ടുപോകാൻ പറ്റും. അടിപൊളി സാധനം. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്ക്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. ഏറ്റവും അവസാനം നമ്മളൊരു സാധനം ഇടാറുണ്ട്. നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ മല്ലിയൽ. അപ്പൊ അതും കൂടെ നല്ല ഫ്രഷ് മല്ലിയല വേണം കേട്ടോ. അപ്പൊ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ചേർക്കണ്ട കേട്ടോ. അത് ഓപ്ഷനാണ്. നമുക്ക് താല്പര്യം പോലെ നമുക്ക് ചേർക്കാം. എന്തായാലും സാധനം ഒന്നും പറയാനില്ല. അതുപോലെ അമ്മാതിരി ടേസ്റ്റ് ആണ്. പിള്ളേർക്കൊക്കെ ആണ് അടിപൊളി. ഇപ്പോൾ ചോറൊന്നും ചില പിള്ളേർക്ക് ചോറൊന്നും വലിയ താല്പര്യമൊന്നും കാണത്തില്ല. അപ്പോൾ അത് അടിപൊളിയായിട്ട് അവർ കഴിച്ചോളും. തയ്യാറാക്കി നോക്കുക. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിർദ്ദേശവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ എഴുതുക. പിന്നെ എന്താ പറയുക, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ബെല്ലൈക്കൺ അതും കൂടെ ഓൺ ചെയ്ത് വെക്കുക. അത്രയൊക്കെ ഒന്ന് ചെയ്യുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു നമ്മളെ ഒരു ചായ ഉണ്ടാക്കുമ്പോഴേ ഇടാൻ പറ്റുന്ന ഒരു മസാലയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും കൂടെ വെച്ചേക്കാം. താഴെ കൊടുത്തേക്കാം, മേളിലും കൊടുത്തേക്കാം. അപ്പൊ അതുകൊണ്ട് കണ്ടു കേട്ടോ. അത് അടിപൊളി സാധനമാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.